ഹലോ ഗായ്സ്, നമ്മളങ്ങനെ സലാല ട്രിപ്പ് ഫിനിഷ് ആവുകയാണ്. നമ്മൾ ശരിക്കും കുറേ പ്ലേസ് കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇപ്പം മഴ അങ്ങനെ കിട്ടിയില്ല. നമുക്ക് ബീച്ചിലൊക്കെ പോയപ്പോൾ കിട്ടി, എന്നാലും കുറവാണ്. നമ്മൾ വാട്ടർഫാൾസ് അവിടെയൊന്നും നമുക്ക് മഴ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഖരീഫ് സീസൺ കുറച്ചുകൂടി ഇതാവാൻ പോകുന്നത് ഇനിയിപ്പം ജൂലൈ ലാസ്റ്റ് വീക്ക്, പിന്നെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇനി അങ്ങനെ ആ ഒരു ടൈമിൽ പോകാൻ നോക്കൂ. ഈ ഒരു ടൈമിൽ വെച്ചാൽ കുറേ മഴയുണ്ടാകുമ്പോൾ നമുക്ക് കുറേ ടൈം ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ മൗണ്ടൻസൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യാനെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ വാട്ടർഫാൾസിൽ നമ്മൾ മിസ് ചെയ്ത് ഐത്തുൻ വാട്ടർഫാൾസ് മിസ് ചെയ്തു. പിന്നെ മിസ് ചെയ്ത് വെച്ചാൽ അപ്പോൾ അവിടെ പോയിട്ടില്ല, അവിടെ വെള്ളമില്ല. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ ഒരു 7 days ഒക്കെ എടുത്ത് ഒരു 2 days ട്രാവലിനൊക്കെ വെച്ച് ഒരു 5-6 days അറ്റ്ലീസ്റ്റ് ഒരു 5 days സ്പെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കവർ ചെയ്യാൻ പറ്റും. നമ്മൾ തിരിച്ചു. ഇപ്പോൾ എന്താണെന്നറിയില്ല, സലാല ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ ഒന്ന് വിട്ട് പോകാൻ തോന്നില്ല. ഇനിയും കുറച്ച് ഡേയ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഭയങ്കര ഫോഗി വെതറാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ആ ഒരു മസ്കറ്റിലുള്ള ആ ഒരു ക്ലൈമറ്റൊന്നും ഇവിടെ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ആദ്യം ഒരു വൈബാണ്. നാട്ടിൽ പോയൊരു ഫീലൊക്കെയാണ് കിട്ടുന്നത്. മഴയും ആ തണുപ്പൊക്കെ ആകുമ്പോൾ ആ ഒരു ഫോഗി വെതറും ക്ലൈമറ്റൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കുക്കൊക്കെ ചെയ്ത് നല്ല ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ഇത് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇതാണ്. ഈ ഒരു ടൈം ഇപ്പോൾ കൂടുതലായിട്ട് ക്യാമ്പയിൻ ചെയ്യാനും അതിനൊക്കെയുള്ളൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ റെയിനി വെതറാകുമ്പോൾ നമുക്ക് കുറേ ഇതുണ്ട്, ഈ ഒരു ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ കൂടുതൽ മൗണ്ടൻസും അങ്ങനെയൊക്കെ കവർ ചെയ്യണം. ഓക്കെ, പിന്നെ പോകുമ്പോൾ എല്ലാവരും സേഫായിട്ട് പോയി വരിക. ഭയങ്കര ഫോഗി വെതറാണ്, അതിൻ്റെ പ്രിക്കോഷൻസൊക്കെ എടുക്കുക. ഹെഡ് ലൈറ്റ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ പോകാനൊക്കെ നോക്കുക. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.